ഹലോ. നമ്മൾ ഇന്നൊരു ഈദ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈദൊക്കെ കഴിഞ്ഞു, അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയാണ്. ഇത് തലേദിവസം മഴയുള്ള സമയത്ത് റെയിൻബോ കണ്ടതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഷേപ്പിൽ തന്നെ ആയിരുന്നു. രണ്ടെണ്ണം ഉണ്ടായിരുന്നു, വീഡിയോയിൽ ക്ലിയർ ആയിട്ടില്ല. അങ്ങനെ നമ്മൾ ഈദിൻ്റെ തലേദിവസം രാത്രിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ആലത്തൂർ, ഞങ്ങൾ പാലക്കാടാണ് താമസിക്കുന്നത്, ആലത്തൂർ അവിടേക്ക് പത്തിരി മേടിക്കാനായിട്ട് ആദ്യം പോയിരുന്നു. അപ്പോൾ അവിടെ തീർന്നിരുന്നു. അങ്ങനെ അടുത്തൊരു കടയിൽ പോയിട്ടാണ് നമ്മൾ പത്തിരി മേടിച്ചത്. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഫാൻസി കയറിയിരുന്നു. ഒരു ബ്രേസ്ലെറ്റ് മോഡൽ വള 250 രൂപയാണ്. അതുകൊണ്ട് ഞാൻ എടുത്തില്ല, കുറച്ച് കൂടുതലായി. അപ്പോൾ അതിനുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ റിങ്, ഇങ്ങനത്തെ റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതിലെ റൗണ്ടുള്ളതും ഞാൻ പല കളേഴ്സും പല ഷേപ്പുള്ളതൊക്കെ ആയിട്ട് ഞാൻ എടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ റിങ് ഇടാനായിട്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കിയപ്പോൾ ഞാൻ നേരത്തെ ഒരു കടയിൽ നിന്ന് മേടിച്ചത് 50 രൂപയായിരുന്നു. ഇവിടെ 80 രൂപ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പത്തിരിയൊക്കെ വാങ്ങി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ഇത് കാലത്തിണീറ്റ് നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് ആട്ടി വെച്ചാണ്. നല്ല സോഫ്റ്റ് ഇഡലിൻ്റെ റെസിപ്പിയാണ്. വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഉച്ചയ്ക്ക് നെയ്ച്ചോറാണ് കേട്ടോ റെഡിയാക്കിയിരിക്കുന്നത്. തലേദിവസം മന്തി കഴിച്ചിരുന്നു ഉച്ചയ്ക്ക്. അതുകൊണ്ടാണ് ഇന്ന് കുറച്ചും കൂടി ലേറ്റാക്കാന്ന് കരുതിയിട്ട് നെയ്ച്ചോറാക്കിയത്. അങ്ങനെ നമ്മൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് ഒന്ന് ഇറങ്ങി കവയ്ക്ക് പോവുകയാണ്. മലമ്പുഴ കവ നമുക്ക് ഏറ്റവും അടുത്ത് അതായത് കൊണ്ട് കൊല്ലങ്കോടോ ഇല്ലെങ്കിൽ ഇതുപോലെ മലമ്പുഴയ്ക്കാണ് പോവാറ്. ഈ ഒരു ജീപ്പ് കണ്ടപ്പോൾ പഴയ സിനിമകളിലൊക്കെ കാണില്ലേ, ആ ഒരു ജീപ്പ് പോലെ തോന്നിയതുകൊണ്ടാണ് അതൊന്ന് വീഡിയോ എടുത്തത്. മെഡിസിനൊക്കെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ വിക്ടോറിയ കോളേജ് ഇതിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ മലമ്പുഴയ്ക്ക് പോകുന്നത്. ഇവിടെ ഞാൻ ഡിപ്ലോമ ലോജിസ്റ്റിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൺഡേ ക്ലാസ് ഈ ഒരു ചെറിയ ഗേറ്റിൽ കൂടെ ഉണ്ട്. ഇതിൻ്റെ ഞാൻ കയറിയുന്നത് സൺഡേ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും പോകുന്ന സമയത്ത് കണ്ടിരുന്ന ഒരു പാലമാണ്. ഇതിൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മലമ്പുഴയിലെ മലയെല്ലാം കാണുന്നുണ്ട്. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഇത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ ഫംഗ്ഷനോ അല്ലെങ്കിൽ എല്ലാവരും കൂടുന്ന സമയത്തൊക്കെ ഇതുപോലെ പുറത്ത് പോകാനായിട്ട് നല്ല രസമാണ്. എല്ലാവരും കൂടി ആകുമ്പോൾ അതൊരു എൻജോയ്മെൻറ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ മലമ്പുഴ ഏകദേശം എത്താനായിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഈ ടൈമിൽ ഇല്ലെങ്കിലും തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. നല്ല തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും ഉള്ളിലായിരുന്നു കൊണ്ടാണെന്ന് അറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഡാമിൻ്റെ സൈഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൂക്കുപാലവും റോപ്പും എല്ലാം ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഈ ടാറിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രം ഉണ്ടാവില്ലേ, അത് കമഴ്ത്തി വെച്ചിട്ട് 2 തട്ടായിട്ട് വെച്ചിട്ടാണ് കേട്ടോ ആ മതിൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിൽ കാണിച്ചു തന്നാണ്. പോകുന്ന വഴിക്ക് പുതുതായി തുടങ്ങിയതാണെന്ന് തോന്നുന്നു. ഇതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. സഫാരിയൊക്കെ ചെയ്യാനായിട്ടും പിന്നെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കൊക്കെ ആയിട്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് തുടങ്ങിയത് അതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ നേരെ കവയ്ക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. അതായത് ഡാൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഷോർട്സ് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരണം. ഇവിടെയാണ് കേട്ടോ. അതൊരു നല്ലൊരു മലയായിരുന്നു. പക്ഷെ പെട്ടെന്ന് റോഡിലൂടെ പോകുന്നവർക്ക് കാണാൻ പറ്റില്ല. സൈഡിൽ കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ആയിരുന്നു. ഇതിൻ്റെ സെൻറ്ററിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ചുറ്റും നല്ല വ്യൂ ആണ് കേട്ടോ. സെൻറ്ററിൽ മലയും 4 സൈഡും ഇറങ്ങിയിട്ടായിരുന്നു. പിന്നെ റോഡിൻ്റെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് വലിയ മല, അങ്ങനെ ചുറ്റും നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. ഇവിടെ വെച്ച് കുറച്ച് ഷോർട്സൊക്കെ എടുത്തിരുന്നു. അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. അങ്ങനെ ഇവിടെ നിന്ന് ഇരുട്ടാവുന്ന വരെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് എന്നിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇതേ കണ്ടില്ലേ, ബാക്ക് വശമാണ് കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിലാണ് റോഡ് വരുന്നത്. നമ്മൾ വന്നത് അതിൻ്റെ ബാക്ക് വശമാണ്. ബാക്കിൽ ചെറിയ ഇതേ ഹൈറ്റിലൊരു മല, അത് കഴിഞ്ഞിട്ട് പിന്നെ വലുതാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ രാത്രിയായിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ കവയ്ക്ക് തന്നെയാണ് കേട്ടോ വീണ്ടും പോയത്. എങ്ങനെയുണ്ട് ഇതുവരെ വന്നതല്ലേ എന്ന് കരുതിയിട്ട് പോയതാണ്. അവിടെ പോയിട്ട് സ്പാനിഷിൻ്റെ മിൽമയുടെ ആണ് കേട്ടോ, സ്പാനിഷ് ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീം കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് നേരെ മലമ്പുഴയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് കണ്ടിരുന്നതേ അല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ടൈം ആയില്ലോ, 7 മണി എന്തോ ആയിട്ടുണ്ട്. ആ ടൈമിലാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ടൈമായി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു. അവിടെ നിന്ന് മോനൊരു ഗ്ലാസ് വേണമെന്ന് കുറേ ദിവസമായിട്ടാണ് പറയുന്നത്. ഒരു വൈറ്റ് ഫ്രെയിം വരില്ലേ, ആ ഒരു ഗ്ലാസ്. അങ്ങനെ അവിടെ പോയിട്ട് ഗ്ലാസ് എടുക്കാൻ പോയി.
ഇതൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷമാണ് പുറത്തല്ല തൊട്ടൊരു കടയിൽ വേറൊരു ഗ്ലാസ് കണ്ടത്. പിന്നെ ആൾക്ക് അത് തന്നെ വേണമെന്നൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഇത് പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുകയും ചെയ്തു. ഇതാണെങ്കിൽ ഇവനല്ലാതെ വീട്ടിൽ വേറെ ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ അത് മേടിക്കേണ്ടി വന്നു. തിരിച്ചെടുക്കില്ലല്ലോ അവർ. അങ്ങനെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. ഇതിന് തന്നെ 100 രൂപയായിരുന്നു ഈ ഒരു ഗ്ലാസ് എടുത്തത്, ഫ്രെയിമുള്ളത്. അങ്ങനെ ആളുടെ മുഖമൊക്കെ കുറച്ച് വാടിയിരുന്നു. പക്ഷേ ആൾ പെട്ടെന്ന് വിഷമമാകും ചെയ്യും, പെട്ടെന്ന് ക്ലിയർ ആവുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് ഇത് കഴിഞ്ഞൊന്ന് കാറിൽ കയറിയതും തന്നെ ആളൊന്ന് കൂളായി, പഴയ പോലെ തന്നെ ആയി കേട്ടോ. പെട്ടെന്ന് മറക്കുന്ന ആളാണ്. ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഓൾ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.